നഴ്സുമാരുടെ സമരം തുടർന്നാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷൻ. മിനിമം ശമ്പളം വർദ്ധിപ്പിക്കേണ്ടത് സർക്കാരാണ്. മിനിമം വേതനം 40,000 ഉയർത്തിയാൽ രോഗികളുടെ ആശുപത്രി ചെലവ് വൻതോതിൽ ഉയർത്തേണ്ടി വരും. അല്ലെങ്കിൽ ആശുപത്രികൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്നും മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഹുസൈൻ കോയത്തങ്ങൾ പറഞ്ഞു. മിനിമം വേജ് ആക്ടിന്റെ ഷെഡ്യൂളുകളിൽ പറയുന്ന ഈ 92 ഷെഡ്യൂൾ എംപ്ലോയ്മെന്റുകളിലും മിനിമം വേജ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നടപ്പാക്കേണ്ടതും അത് പുനർനിർണയിക്കേണ്ടതുമൊക്കെ സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിലാണ് മിനിമം വേജിന്റെ റിവിഷൻ. പാവപ്പെട്ട ആളുകളുടെ രോഗികളുടെ ജീവൻ വെച്ച് വിലപേശിക്കൊണ്ട് ഒരു വേതന വർധനവിന് വേണ്ടി ഈ സംഘടന ശ്രമിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളത്. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സേവനം കൊടുക്കുവാൻ, ഞങ്ങളുടെ വരുന്ന രോഗികൾക്ക് സേവനം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിലെ സൗകര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ സേവനം കൊടുക്കുന്നുണ്ട്. ഈ സമരവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രയാസങ്ങളിൽ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള വിവരം പൊതുജനങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു. ജംഷീർ കൊടുഞ്ഞു ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. ജംഷീർ, നഴ്സുമാരുടെ സമരം തുടരുന്ന സാഹചര്യത്തിൽ ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലാകുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവരോട് പ്രതികാര നടപടിയടക്കം സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. മാനേജ്മെന്റ് അസോസിയേഷൻ പറയുന്നത് എന്താണ് സൂചന നൽകുന്നത്? ജീന, അതായത് ഈ സമരം തുടരുകയാണെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഇപ്പോൾ മലപ്പുറത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ പറയുന്നത് അവരുടെ ഭാഗം ഈ നഴ്സുമാരുടെ ഈ സമരം മൂലം ആശുപത്രിയുടെ പ്രവർത്തനം തന്നെ താളം തെറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ആശുപത്രിയുടെ പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുകളിലൊക്കെ തന്നെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇവർ പറയുന്ന ഈ 40,000 രൂപ മിനിമം വേതനം കൂട്ടിക്കൊടുക്കുക എന്നുള്ളത് പ്രാവർത്തികമല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെ കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ അത് രോഗികളെ, അതായത് രോഗികളടക്കം ബാധിക്കും. അങ്ങനെ മാത്രമല്ല, അത് ആശുപത്രികൾ അടച്ചുപൂട്ടുന്ന സാഹചര്യങ്ങളിലേക്ക് അടക്കം കാര്യങ്ങൾ പോകുമെന്നാണ് ഇപ്പോൾ ആശുപത്രി മാനേജ്മെന്റ് ഭാരവാഹികൾ പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന സമരങ്ങൾ അന്യായമാണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്ന് വെച്ചാൽ നേരത്തെ മുൻകൂട്ടി പറഞ്ഞുകൊണ്ടായിരിക്കണം, അതായത് 14 ദിവസം മുമ്പെങ്കിലും നോട്ടീസ് നൽകിക്കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള സമരങ്ങൾ ഉണ്ടാവുക എന്ന് നേരത്തെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനങ്ങളെല്ലാം മറികടന്നുകൊണ്ട് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ 4-ാം തീയതി ഒരു ദിവസം സമരം നടത്തുമെന്ന് നോട്ടീസ് നൽകിക്കൊണ്ട് അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ചില നഴ്സുമാർ അവരുടെ നേതൃത്വത്തിൽ, അതായത് ചില സംഘടന അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ സമരം നടക്കുന്നത്. ചില ആശുപത്രികളിലൊക്കെ ഭൂരിപക്ഷം ആളുകളും ഈ സമരത്തിന് അനുകൂലമല്ല. പക്ഷെ അവരെല്ലാം തന്നെ ഇവർ പ്രലോഭിപ്പിച്ച് ഇത്തരത്തിൽ കൂടെ കൂട്ടിയാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത്. സർക്കാർ ഇതിനകത്ത് കൃത്യമായ ഇടപെടൽ നടത്തണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആശുപത്രി മേഖല തന്നെ ആകെ സ്തംഭിക്കുന്ന സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ പോകും. അതുകൊണ്ട് എസ്മ പ്രയോഗിച്ചുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവർക്കെതിരെ, അതായത് അനാവശ്യമായ ആബ്സെൻസ് കൂടുതലായി കഴിഞ്ഞാൽ ഈ സമരം ചെയ്യുന്ന നഴ്സുമാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഉടൻ തന്നെ ഈ സമരം അവസാനിപ്പിക്കണമെന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. നിലവിൽ തന്നെ ഇപ്പോൾ അടിസ്ഥാന ശമ്പളം 40,000 സർക്കാരാണ്. ഇങ്ങനെ സമരം തുടർന്നാൽ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് നൽകുന്നത്. ജംഷീർ കൊടുഞ്ഞാണ് മലപ്പുറത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.